മിസ്റ്റർ ദേവരാജ്, നിങ്ങൾക്കെന്നെ കാണണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് മിസ് കോൾ അടിച്ചാൽ പോരായിരുന്നു. ഈ ഗുണ്ടകളെ അയച്ചത് മോശമായിപ്പോയി. ഇതിന് പറയുന്ന പേരാണ് കിഡ്നാപ്പ്. പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തിയെങ്കിലും ഞാനും ഇപ്പോഴും ഒരു ലോയറാണ്. ഐ വിൽ ടോക്ക് ടു ദ പോലീസ് ആൻഡ് സീ യു ഇൻ ദ കോർട്ട്. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ മേക്ക് എ കാൾ? ഹലോ, എന്റെ പേര് ബാലസുബ്രഹ്മണ്യം എന്ന, കൊച്ചിയിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനാണ്. എന്നെയും എന്റെ ഭാര്യയെയും എന്റെ മോളെയും ദേവരാജന്റെ ആളുകൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുക. ഉടനെ ഇങ്ങോട്ട് വന്ന് ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം. എന്തിനത്ര ചിരി? ഞാൻ പറഞ്ഞ കോമഡി അല്ലല്ലോ. കോമഡി ആയതുകൊണ്ടല്ല. നിന്നെ കിഡ്നാപ്പ് ചെയ്തെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് കാശ് കൊടുക്ക്. അതല്ലാതെ നീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പ്രൊട്ടക്ഷൻ എല്ലാം കേൾക്ക കൂടാതെ. അത് ഇങ്ക സട്ടം. അതെയാ? ഫോൺ മേടാ. ഓ, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ ഒരുത്തനാ. ആനന്ദനോട് നിന്നെ ദേഷ്യപ്പെടുന്നേ ഈ പന്തയം വെച്ച അച്ഛനല്ലേ? എന്നുവെച്ച് എന്നെ കൊലക്കൊടുക്കണമെന്നാണോ? അച്ഛൻ പിന്നെ ഇതിന് ആവശ്യമില്ലാതൊക്കെ പറയുന്നത്. സമീറ, ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ അച്ഛനോട് സംസാരിക്കരുത്. വളരെ മോശം. ശരി, നീ പറയുന്നുണ്ട് മിണ്ടുന്നില്ല. എടാ, എന്റെ മോളെ നീ കൈവശം കൊടുത്ത് മയക്കല്ലേ? വീട്ടിലടാ നിന്നെ ഞാൻ. നീ കാരണം ഇപ്പൊ എന്റെ കുടുംബം തൊലഞ്ഞത്. ഇങ്ങനെ പോയാ നാളെ എന്റെ ശവ അടക്കൽ കൂടി നടക്കും. നിങ്ങൾ പേടിക്കണ്ട സാർ, ഞാനുണ്ട്. നീ ഉണ്ടാവും, പക്ഷെ ഇവന്മാരെന്നെ ഇവിടുന്ന് ജീവനോടെ വിടില്ലല്ലോ. ഏത് നേരത്താണാവോ നിന്നോട് എനിക്ക് ആ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാൻ തോന്നിയത്. അയ്യോ, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, എന്നെ വിശ്വസിക്കണം. എന്താ ഒരു ശബ്ദം? ചാക്കിയും താഴെ വീണ് കാണുന്നില്ലേ? അയ്യോ, ഞാൻ എടുത്തു വെക്കട്ടെ? നീ ഇതൊക്കെ ചെയ്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ പൊന്നോ. അയ്യടാ, അതൊക്കെ വേഗം വാരി വെക്ക്. ഞാൻ വേണമെങ്കിൽ പൂങ്കാവനത്തിന് അയക്കാം. പൂങ്കാവനോ എങ്ക ഇരിക്കേ? വീണ്ടും എന്താ ശബ്ദം? ഒരു കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയതാന്നേ. എന്നെങ്കേത് കൊച്ചു പിള്ളേരെ പോലെ. ഹാ, പൂങ്കാവനോ ആ സാമ്പാർ പരിപ്പെടുത്തുള്ളവേ. ശരിങ്ങമ്മ. അതെ, സമയം ഇപ്പൊ 2 കഴിയാറായി. നിങ്ങൾ ഊണ് കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് വള്ളിയെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരായിരുന്നു. കാപ്പി കുടിച്ചല്ലേ ഉള്ളൂ. വല്ലപ്പോഴും ഒക്കെ ഭാര്യയുടെ വാക്ക് കേൾക്കണം ദേവരാജ. സ്നേഹത്തോടെ വിളിക്കുകയല്ലേ, പോയി കഴിക്ക്. ഇവരൊക്കെ ആരാ? എന്റെ ഫ്രണ്ട്സാ, അങ്ങ് കൊച്ചിന്ന് വന്നിരിക്കുക. ഭയങ്കര ക്ലോസ്. നിങ്ങളും വാ, ഊണ് കഴിക്കാം. നിനക്കും നിന്റെ ചേട്ടൻ വീരസ്വാമിക്കിടയ്ക്ക് 2 പേരുണ്ടായിരുന്നു. ഞാൻ അവരെ കൊന്നു. 5 വർഷമായിട്ട് വേഷം മാറി നടക്കരുത്. ഞാൻ നിന്നെ കൊല്ലാനായിട്ട് ഇവിടെ ഒരു ജോലിക്കാരനെ പോലെ അഭിനയിക്കുകയായിരുന്നു. ഇത്രയും ദിവസം എന്നെ കൊല്ലാൻ വേണ്ടി പതുങ്ങിയിരിക്കായിരുന്നു അല്ലേ? എനിക്കത് വേണം. ആ, ഇങ്ങ് എടുത്തോണ്ട് വാ. എന്താടാ നോക്കുന്നേ? ശത്രു പുറത്താണെങ്കിൽ പേടിക്കണ്ട, അകത്താണെങ്കിൽ വെച്ചേക്കരുത്.
നിനക്കും വെക്കട്ടെ? വെയ്യേ കേട്ടിട്ട് இருக்க അവൻ എന്തെങ്കിലും ചോദിച്ചു മേടിച്ചിട്ടുണ്ടോ? ரொம்ப நல்லா இருக்கு. ഇവനൊരു രാക്ഷസനാണ്. അവരൊഴിച്ച് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ആയിരിക്കുന്ന കളവിക്കും അറിയാം. സാറ് സൂക്ഷിച്ചിരുന്നോ? അതെടുത്ത് കുത്തിയാലും സാറ് ചാവും. നിങ്ങളെന്താ കഴിക്കാത്തെ? ശവത്തിന്റെ അടുത്തിരുന്ന് എങ്ങനെയാടാ ചിക്കൻ ഫ്രൈ തിന്നുന്നത്? ഡയബറ്റിക് ആയതുകൊണ്ട് ഡയറ്റിങ്ങിലാന്ന് പറയായിരുന്നു. ഓ ശരി, നിനക്ക് വെക്കട്ടെ? നീ ആളുകൊള്ളാലോ, അപ്പോഴേക്കും തീർത്തോ? ഉള്ളതെല്ലാം അവന് കൊടുത്താൽ മതിയോ? എനിക്കും കൂടി താടി. തരാന്നേ, പോതുമാ? ഇന്നൊന്ന് പോട്. ശവത്തിന് ചിക്കൻ വിളമ്പുന്ന ആദ്യമായിട്ട് കാണുക. ഇതെന്നോടല്ല, അവരോട് പറ. ഇതുപോലത്തെ നാരുകളെ കടുത്തിരുത്തി ചോറ് കൊടുക്കുന്ന നാണമില്ലല്ലോ. കൊല്ലോ വേണ്ട. കൊല്ലണ സീൻ കഴിഞ്ഞുപോയി. സാറ് പറഞ്ഞ അവള് കേട്ടില്ല എന്ന് തോന്നുന്നു. അത് പിന്നെ എന്റെ അല്ലേ മോള്. പറയുന്നതും കേക്കില്ല, പറഞ്ഞാലും കേക്കില്ല. നല്ല ബെസ്റ്റ് ഫാമിലി. കഴിച്ചോ? ഇതൊക്കെ കാണുന്നതിലും ഭേദം ചാവുമായിരുന്നു.